السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان ما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحم. صل مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هلتي يدركني يا حبيب الله. أنت شمس أنت قمر أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. صحيحا أجسامنا وآفنا وسلما عن هجوم موتنا بحق تاج العلماء. جل لا إله إلا الله لا إله إلا الله لا إله محمد رسول الله. يسرا عسيرنا وسهلا أمورنا فرحا بسيد الأهدال طاهر الولي. لا إله إلا الله لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞു ഈ വേദിക്കലുള്ള അങ്ങനത്തെ ബഹുമാന്യരായ ഉസ്താദന്മാരോ എല്ലാ തിങ്കളും നടക്കരങ്ങനത്തെ മൽജഗ് സ്വലാത്ത് നിരന്തരമായിട്ടും വന്നിട്ട് ഭാഗ്യാവിടങ്ങനത്തെ പിരിസപ്പെട്ട മുത്തു മുഅ്മിനീങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൻ നഈം സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടുകൊള്ളങ്ങനത്തെ കാരണമായി അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കടങ്ങനത്തെ വിശുദ്ധമാക്കപ്പെട്ട വളരെയേറെ പുണ്യമുള്ളങ്ങനത്തോ കർണാടകത്തിൽ വെച്ച് നടക്കരങ്ങനത്തെ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ളങ്ങനത്തോ വലിയൊരു സദസ്സിലായിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇണ്ട് ജീവിച്ചുകൊണ്ടുള്ളങ്ങനത്തെ ഈ ഒരു ദുനിയാവ് ചൊല്ലത് ആൾമാരെല്ലാം ഭയങ്കര ബിസിയായി പോയ അങ്ങനത്തെ ഒരു ദുനിയാവായിട്ട് ആർക്കും ഫ്രീ ഇല്ല, എല്ലാവർക്കും ബിസി, എല്ലാവർക്കും ഒരുപാട് ബിസിക നിറഞ്ഞങ്ങനത്തെ ഒരു ദുനിയാവായിട്ട് കിടന്നങ്ങ ഇണ്ട് ജീവിച്ചുകൊണ്ടുള്ള ആ ബിസിക്ക് എന്തൊരു അർത്ഥമുണ്ടോ കൊന്നില്ല. എന്തിനേക്കവണും ബിസി ആയിട്ട് ഓടിയോണ്ടുള്ള, എന്തിനേക്കവണും ബിസി ആയിട്ട് നടനാക്കിയോണ്ടുള്ള, എന്തിനേക്കുള്ള ബിസി ഇട്ട് ആൾമാർക്ക് ഗൊന്തില്ലാത്ത രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു ബിസി ആയിട്ട് കയറി ഇന്നത്തെ ഈ കാലത്തിലുള്ള അങ്ങനത്തെ ആൾമാർ ബിസി നോക്കുമ്പോൾ നമുക്ക് അർത്ഥമാവുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ചുറ്റുഭാഗത്തുള്ള അങ്ങനത്തെ ജീവികളെ നോക്കുന്നുണ്ടായെങ്കിൽ ഒരുപാട് നാൽക്കാല് ജീവിക ഞങ്ങളെ ചുറ്റുഭാഗത്ത് ജീവിച്ചുകൊണ്ടുണ്ട്. ഉദാഹരണം ചൊല്ലുണ്ടായെങ്കിൽ ഒരു നായി, ആ നായി ഒരിക്കലും എന്താകില്ല, എപ്പോ നോക്കിങ്ങോ നായി ഓടിയോണ്ടേ പോകണം. നായി നടക്കലില്ല, നാൽക്കാലി ആയങ്ങനത്തെ നായി എപ്പോഴും ഓടിയോണ്ടേ പോകണം. എന്തേ? നായിക്ക് ഭയങ്കര ബിസി. ആ ഓടിയോൻ പോകണമെങ്ങനത്തെ നായുടെ വിളിച്ച് കേക്കട, എന്തിരേ നീ ഓടിയോണ്ടില്ലേ? അപ്പൊ ആ നായി ചൊല്ലു നഗുന്തില്ല, ഇങ്ങനെ ഓടിയോണ്ടില്ലേ? അപ്പൊ അതുപോലത്തെ ഒരു ബിസി ആയിട്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ ബിസി ചൊല്ലു. എവിടേക്ക് പോണ്ടേ, എവിടേക്ക് ഈ ഓട്ട, എവിടേക്ക് ഈ ചാട്ട, എന്തോണ്ട് ഗുന്തില്ലാത്ത രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു ആ നിലക്കുള്ള അങ്ങനത്തെ ബിസി ആയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചൊന്നോ വന്നത് ഞങ്ങൾക്ക് എത്രേ ബിസിന്നെങ്കും, ഞങ്ങൾക്ക് എത്രേ സ്വരങ്ങയെന്നെങ്കും ഞങ്ങളെ ഈ ലോകത്ത് അള്ളാഹു എന്തിക്ക് കടത്തിരാ ചൊല്ലങ്ങനത്തെ ഒരു ചിന്ത, ഒരു ലക്ഷ്യബോധ ഞങ്ങൾക്ക് ഇല്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ ഈ ജീവനത്തിൽ അർത്ഥം ഇല്ലാണ്ടായി പോകും. അള്ളാഹു എന്തികായിട്ട് ഈ മനുഷ്യന്മാരായ ഞങ്ങളോ ഈ ലോകത്ത് കടത്തിരാ ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന, ഒരു ലക്ഷ്യബോധ, ഒരു എയിം, ഒരു ഗുരി ഞങ്ങൾ കണ്ടുവച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ജീവന പിന്നെ അർത്ഥശൂന്യമായിട്ട് പോകും, അർത്ഥം ഇല്ലാത്ത രൂപത്തിലായി പോകും. ഞങ്ങൾ പ്രത്യേക കാര്യമാക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ലക്ഷ്യബോധം വേണം. ഏതൊരു കാര്യമാക്കണമെങ്കിൽ ഉദാഹരണം ചൊല്ലുണ്ടായെങ്കിൽ ഒരു തെങ്ങടെ മരത്ത് കൊടുത്ത പത്തര, തെങ്ങടെ മരത്തേക്ക് പത്തിട്ട് അവിടെയുള്ള അങ്ങനത്തെ ചെണ്ടി വയലെടുക്കറ, ചെറിയ ചെണ്ടി വയൽ വേണ്ടേ എടുക്കറ, മടലങ്ങ് എടുക്കറ, എല്ലാം എടുത്ത് കീലിടറ. അവന് ഇഴിഞ്ഞ് വന്നിട്ട് അവന് ചിന്തിക്കടേ, ഞാൻ എന്തിക്ക് തെങ്ങടെ മരത്ത് പറ്റിയത്, തേങ്ങ എടുക്കും. അവിടെ ഇഴിഞ്ഞാൽ പിന്നെ ഇട്ടിക്ക് നിനപ്പവിടെ തേങ്ങ എടുത്തിട്ടില്ലേ. അപ്പൊ അതുപോലത്തെ അവസ്ഥ ഇട്ടിക്കും ഞങ്ങളുടെ ജീവന. ഞങ്ങൾ എന്തിക്ക് ഈ ദുനിയാവ് വന്നറാ, അത് ഞങ്ങൾ ഫസ്റ്റ് കണ്ടെത്തണം. എന്തിക്കായിട്ട് ഞങ്ങൾ ഈ ദുനിയാവ് വന്നറാണ്. ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ ഈ ദുനിയാവുക്ക് ബന്ധങ്ങനത്തെ സ്വര, ബന്ധങ്ങനത്തെ സ്വര ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലല്ലേ അല്ലാ, ഞങ്ങൾക്ക് ഇനി ടൈമില്ലല്ലേ അല്ലാ, ഞങ്ങൾ എന്തിക്ക് ഈ ദുനിയാവ് ബന്നറോ ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന മരിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ബറവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മരണം മണ്ടാണ്ടി മുന്നോളൂ അള്ളാഹു ഞങ്ങളെ എന്തിക്ക് ഈ ദുനിയാവ് കടത്തിരാ ചൊല്ലങ്ങനത്തെ ഒരു ഉത്തമ ലക്ഷ്യബോധത്തെ കണ്ടെത്തിയിട്ട് ആ ഒരു ലക്ഷ്യത്തിക്ക്, ആ ഒരു ഗുരിക്ക്, ആ ഒരു ഏമുകു ഞങ്ങൾ എത്തിപ്പെടില്ലാണ്ട് കണ്ടെങ്കിൽ അതുകൊള്ളങ്ങനത്തോ ആ ഒരു ലക്ഷ്യസ്ഥാനത്തോ എത്തുകൊള്ളങ്ങനത്തോ ഒരു ടൈമുക ഞങ്ങളുടെ ജീവനത്തിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭയങ്കര ബേജാർ വിഷയായിട്ടിക്കറ്. എന്തേ കാരണ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ കോട്യാനുകോടി പടപ്പുട പഠിച്ചിരാ, മനുഷ്യന്മാർ പഠിച്ചിരാ. എന്നെങ്കാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
അള്ളാഹു എന്തികായിട്ട് ഈ ലോകത്തിൽ മനുഷ്യന്മാരെ പഠിച്ചിരോണ്ടു ഞങ്ങൾ എപ്പെങ്കും ഒരുക്ക ചിന്തിച്ചിടമാ. ഞങ്ങളെ മുട്ട ഒരു പൈസവും എടുക്കാണ്ട് ഒരു പ്രതിഫലവും കേൾക്കാണ്ട് ഞങ്ങളെ മുട്ട എന്തും ബയസാണ്ട് ഞങ്ങളൊട്ടുകു ഒരു ഗ്യാരണ്ടിയും എന്തും ഡിമാൻഡ് വയ്ക്കാണ്ട് ഞങ്ങളെ ഈ ലോകത്തേക്ക് പടച്ചങ്ങന്തോ റബ്ബില്ലേ, ഏകനായ ഈ ജഗത്തൊരു പരിപാലിച്ചുകൊണ്ടുള്ളങ്ങന്തോ ജഗനിയന്താവായ അല്ലാഹുവില്ലേ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ ഞങ്ങളോ മനുഷ്യരായ മനുഷ്യന്മാരോ എന്തികായിട്ട് ഈ ദുനിയാവുല് പഠിച്ചിരാ ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന, എന്തികായിട്ട് ഈ ദുനിയാവുല് പഠിച്ചിരാ ചൊല്ലങ്ങനത്തെ ഒരു ബോധ, എന്തികായിട്ട് മനുഷ്യന്മാരെ അള്ളാഹു ഈ ലോകത്തിൽ പഠിച്ചിരാ ചൊല്ലങ്ങന്തോ ഒരു വിഷയ നിങ്ങൾ അർത്ഥാക്കില്ലാണ്ട് കണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ജീവനം വ്യർത്ഥമായി പോകും, ഞങ്ങളെ ജീവനം അർത്ഥമില്ലാണ്ടായി പോവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആയിട്ട് കണ്ടെത്തണായത്, ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആയിട്ട് നോക്കണായത്, ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആയിട്ട് ചിന്തിക്കണായത്, ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആയിട്ട് കണ്ടെത്തണായത് ഞങ്ങളെ ഈ ജീവന ഇല്ലേ. ഞങ്ങൾക്ക് ചിലപ്പോൾ 30 വർഷമായിട്ടിക്കോ, 40 വർഷമായിട്ടിക്കോ, 50 വർഷമായിട്ടിക്കോ, എത്ര വർഷമായിട്ടിന്നെങ്കും മുഅ്മിനേ ഞങ്ങൾക്ക് എത്ര വർഷമായിരുന്നുള്ള വിഷയ. ഈ ഇത്രയും വർഷത്തില് അള്ളാഹു നണ്ട എന്തിന് പടച്ചിറ ആ ഒരു ലക്ഷ്യത്തിനാണ് എത്തിരേ ചൊല്ലതായിട്ടിരിക്കുന്ന വിഷയ. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കണായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ മനുഷ്യരായ ഞങ്ങളോ എന്തിന് പടച്ചിറാ ചൊല്ലങ്ങനത്തെ ഉത്തമമായ ഒരു ചിന്തന, അങ്ങനെയുള്ള ഒരു വിചിന്തന ഞങ്ങളെ മനസ്സിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഖസിറ ദുനിയാ വൽ ആഖിറ, ഞങ്ങളെ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോകും കേട്ടോ. ಅದಕ್ಕಾയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആക്കണായ സ്വറയന്ത്രകുന്തുണ്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ നമുക്ക് പടിപാടിതണ്ട, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു ചൊല്ലങ്ങനത്തെ പലകയന്ത്രകുന്തുണ്ടാ. ഈ ലോകത്തില് ನಾನು മനുഷ്യന്മാരെ പഠിച്ചോ നക്കുവേനായിട്ട് ഇബാദത്താക്കുക ബേനുണ്ടു അല്ലാ. പ്രത്യേകം ശ്രദ്ധിക്കണോ, അള്ളാഹു ചൊല്ലത് നക്കുവേനായിട്ട് ആരാധന ആക്കുകയാണ് പടച്ചിരാണ്ട് അല്ല. പിന്നമാ അള്ളാഹു ചൊല്ലത് നക്കുവേനായിട്ട് ആരാധന ആക്കുക ബേനായിട്ട് മാത്രമായിട്ട് മനുഷ്യന്മാരെ നാണ് പഠിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവനത്തിലുള്ള പ്രതിയൊരു സെക്കൻഡുങ്ങ, ഞങ്ങളുടെ ജീവനത്തിലുള്ള പ്രതിയൊരു നിമിഷങ്ങ, ഞങ്ങളുടെ ജീവനത്തിലുള്ള പ്രതിയൊരു ഗಂಟೆങ്ങ, ഞങ്ങളുടെ ജീവനത്തിലുള്ള പ്രതിയൊരു നാളുങ്ങ, ഞങ്ങളുടെ ജീവനത്തിലുള്ള പ്രതിയൊരു വാരങ്ങ, ഞങ്ങളുടെ ജീവനത്തിലുള്ള പ്രതിയൊരു തിങ്ങളുങ്ങ, എത്രേ വർഷ ജീവിച്ചെങ്കും ഞങ്ങൾ ആക്കണായത് ഞങ്ങളുടെ ജീവനത്തെ മുഖ്യ ലക്ഷ്യാണ്ടു ചെന്നെങ്കിൽ അത് അല്ലാഹുക്ക് വേനായിട്ടുള്ള ആരാധനയായിട്ടിക്കറ്. അള്ളാഹുക്ക് വേണ്ടിയുള്ള ആരാധന ഇല്ലാണ്ട് കണ്ടെങ്കിൽ, ഒരു മനുഷ്യനില് നിസ്കാരം ഇല്ലാണ്ട് കണ്ടെങ്കിൽ, നോമ്പ് ഇല്ലാണ്ട് കണ്ടെങ്കിൽ, സകാത്ത് ഇല്ലാണ്ട് കണ്ടെങ്കിൽ, അങ്ങനെ ദീനുൽ ഇസ്ലാം പടിപാട്ടി എങ്ങനത്തെ പ്രതിയൊരു കാര്യത്വവും ഫോളോ ആക്കില്ലാണ്ട് കണ്ടെങ്കിൽ അവന്റെ ജീവനത്തിന് അർത്ഥമില്ല, അവന്റെ ജീവനത്തിന് ബലയില്ല, അവന്റെ ജീവനത്തിന് മഹാന്മാരുടെ നോട്ടമില്ല, അവന്റെ ജീവനത്തിന് അല്ലാഹുടെ കൃപയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്നങ്ങനത്തെ എല്ലാ നിഅമത്തുങ്ങ, അല്ലാഹു തന്നങ്ങനത്തെ എല്ലാ അനുഗ്രഹങ്ങ, അല്ലാഹു തന്നങ്ങനത്തെ എല്ലാ സൗകര്യങ്ങ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണായത് അത് അല്ലാഹുക്ക് വേനായിട്ട് ആരാധനയാക്കുക വേനായിട്ട് മാത്രമായിട്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പിന്നൊരു ആയത്തിൽ നമുക്ക് പടിപാട്ടി തണ്ടത് മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യന്മാരെ പടക്കുമ്പത്തുക അല്ലാഹു സുബ്ഹാനഹു വ തആല അകലോ മുദുലു രണ്ട് മലായികത്ത് അല്ലാഹു പടച്ചിറാ. ഈ ലോകത്തുക്ക് മനുഷ്യന്മാർ അല്ലാഹു പടക്കുമ്പത്തുകു രണ്ട് മലായികത്ത് അല്ലാഹു പടച്ചിറ. എല്ലാ മനുഷ്യന്മാരൊട്ടും രണ്ട് മലായികത്ത് കിടാറ് റഖീബ് അതീദ് ചൊല്ലങ്ങനത്തെ മലായികത്ത്. ആ മലായികത്തിന്റെ ഡ്യൂട്ടി എന്തിരേ? എപ്പോ നോക്കിയെങ്കും ഈ മനുഷ്യ യന്ത്രാക്കിട നല്ല കാര്യാക്കിയെങ്കിൽ ബൽത്തമോത്തുള്ള മലായികത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പോണ്ടു. അതേ ടൈമിലു തിന്മകാര്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പത്തുകു ഞങ്ങളെ എടുത്തേ ഭാഗത്തുള്ളങ്ങനത്തോ ഭാരങ്ങ യാറായി ഉണ്ട് പോണ്ടു. അള്ളാഹു ഏൽപ്പിച്ചത് മലായിക്കത്തരായിട്ടിക്കറ്. മലായിക്കത്തിന് പിന്നെ വേറെന്തു ഡ്യൂട്ടിയില്ല. മലായിക്കത്ത് പല ടൈപ്പിലുള്ള മലായിക്കത്തന്മാരുള്ള കുറെ ടൈപ്പിലുള്ള മലായിക്കത്ത് ചെന്നെങ്കിൽ മലായിക്കത്തിലെ ഒരു വർഗ എപ്പോഴും സുജൂദാക്കിക്കൊണ്ടിരിക്കേ, പിന്നൊരു വർഗ എപ്പോഴും റുക്കുവാക്കിക്കൊണ്ടിരിക്കേ. അപ്പൊ ഞങ്ങളെ മുട്ട ഉള്ളങ്ങനത്തെ ഈ രണ്ട് മലായിക്കത്തന്മാർക്ക് നമുക്ക് വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ല. അപ്പൊ അങ്ങുള്ളങ്ങനത്തെ ഡ്യൂട്ടി ഞങ്ങളെ ജീവനത്തിലുള്ളങ്ങനത്തെ പ്രതിയൊരു പലക്കങ്ങ, പ്രതിയൊരു ചിന്തനങ്ങ, പ്രതിയൊരു പ്രവർത്തനങ്ങ എന്ത് ഇന്നെങ്കും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നങ്ങനത്തെ സ്വരായിട്ട് ഈ മലായിക്കത്തന്മാർക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ബൽത്തിയ സൈഡിലുള്ള മലായിക്കത്ത് ഞങ്ങൾ എപ്പോഴും സ്വര കൊടുത്തോണ്ടിരിക്കും. ഞങ്ങളെ ഈ ബൽത്തിയ സൈഡിലുള്ള അങ്ങനത്തെ മലായിക്കത്ത് എപ്പോഴും സ്വര കൊടുത്തോണ്ടിരിക്കും. അതേ ടൈമിലു എടുത്തിയ സൈഡിലുള്ള അങ്ങനത്തെ മലായിക്കത്ത് സ്വര കൊടുക്കുകയേ തീരാം. നമുക്കത് ആഖിറത്തിൽ ബുദ്ധിമുട്ടായി പോകും. അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ചെന്നുകൊണ്ട് വന്നത് ഞങ്ങളെ ജീവനത്തെ ലക്ഷ്യ അത് ഇബാദത്തായിട്ടിക്കണോ, ആരാധനയായിട്ടിക്കണോ. ബാക്കി എന്തു ഇന്നെങ്കും അതെല്ലാം രണ്ടാം നമ്പർ ആയിട്ടിക്കും. ഫസ്റ്റ് നമ്പർ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് പ്രാമുഖ്യം കൊടുക്കണായത് അള്ളാഹു ഉള്ളങ്ങനത്തെ ആരാധന. അതല്ലേ ഞങ്ങൾക്ക് മഹാന്മാർ ഞങ്ങൾക്ക് പടിപാടി തണ്ടത്. എന്തായിട്ട് ഈ ജീവിതത്തെ ലക്ഷ്യാണ്ട് മഹാന്മാർ ഞങ്ങൾക്ക് പടിപാടി തണ്ടാറ്. ഗായത്തു ഹാദിഹിൽ ഹയാത്ത്, ഗായത്തു ഹാദിഹിൽ ഹയാത്ത്. ഈ ദുനിയാവൊരു ലക്ഷ്യം ദ്രോഗുന്തുണ്ടാ. ഈ ദുനിയവിയായ ജീവിതത്തിൽ ലക്ഷ്യ ഗുരി എന്തുണ്ടാ? അന്തസില ഇലാ നഈമിൽ ആഖിറ. ആഖിറത്തിൽ കിട്ടണ ഞങ്ങന്തോ, ആഖിറത്തിൽ കിട്ടുള്ളങ്ങന്തോ അനുഗ്രഹത്തോ പടയുകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവരെ അല്ലാഹു തആല പടച്ചിരേ. ആഖിറത്തിലുള്ളങ്ങന്തോ അനുഗ്രഹങ്ങ, ആഖിറത്തിലുള്ളങ്ങന്തോ സുഖങ്ങ, ആഖിറത്തിലുള്ളങ്ങന്തോ സന്തോഷങ്ങ, സന്തോലങ്ങ, ആഹ്ലാദങ്ങ അത് പടയുകയായിട്ട് ഈ ദുനിയാവു അല്ലാഹു സംവിധാനിച്ചിരേണ്ട് മഹാന്മാർ നമുക്ക് പടിപാടി തന്നില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടുള്ളങ്ങനത്തോ നാനും നിങ്ങളും ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് 30 വർഷമായിട്ടിക്കൂ, 40 വർഷമായിട്ടിക്കൂ, എത്ര വർഷമായിട്ടിന്നെങ്കും ഞങ്ങൾ ചിന്തിക്കണായത് അള്ളാഹു നക്ക് തന്നങ്ങനത്തെ പ്രതിയൊരു സെക്കൻഡുങ്ങ, അള്ളാഹു നക്ക് തന്നങ്ങനത്തെ പ്രതിയൊരു നിമിഷങ്ങ, അള്ളാഹു നക്ക് തന്നങ്ങനത്തെ പ്രതിയൊരു ടൈമുങ്ങ നാണ് എന്തിക്ക് വേനായിട്ട് ചെലവാക്കിര ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന, ഒരു കാൽക്കുലേഷൻ ഞങ്ങളെ മനസ്സിൽ നിരന്തരമായിട്ടും വന്നോണ്ടിക്കണോ. എന്തേ കാരണം കൊണ്ടുണ്ടാ? അതല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. ബഹുമാനപ്പെട്ട ഉമർ തങ്ങനങ്കു പടിപാടി തണ്ടങ്ങനത്തൊരു പലകായിട്ടിക്കര്. ഹസിബൂ, നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തനയാക്കണോ, നിങ്ങൾ സ്വന്തമായിട്ട് കണക്കാക്കണോ, നിങ്ങൾ സ്വന്തമായിട്ട് വിഷയങ്ങളെല്ലാം നിങ്ങമേ ഒന്ന് കണ്ടെത്തി വയ്ക്കണോ. നന്റെ ജീവനത്തിൽ നാണ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആക്കിര, നന്റെ ജീവനത്തിൽ നാണ് എന്തെല്ലാം വലിച്ചുങ്ങ ആക്കിര ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന നിങ്ങൾക്കു വേണു. എന്തേ കാരണം കൊണ്ടുണ്ടാ?
ഖബ്ല അൻ തുഹാസബൂ, നിങ്ങളെ ചിന്തന ആക്കണങ്ങനത്തെ, നിങ്ങളെ ഹിസാബ് എടുക്കണങ്ങനത്തെ ഒരു 4 പറകുണ്ടു, ഒരു 4 പറകുണ്ടു. ആ 4 നിങ്ങൾ ആക്കി എങ്ങനത്തെ എല്ലാ കാര്യത്വവും ഹിസാബ് എടുക്കരുത്, കണക്കെടുക്കരുത്. അള്ളാഹു കണക്കെടുക്കണങ്ങനത്തെ ഒരു 4 പറകുണ്ടു. ആ 4 ബണ്ടാണ്ടി മുന്നോലു മനുഷ്യ, നീನು ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ചിന്തനയാക്കണോട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പരിപാടി തന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനേ, അതല്ലേ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചൊല്ലത്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു 4 പറകുണ്ട് മനുഷ്യ, ഒരു 4 പറകുണ്ട് മനുഷ്യ. എങ്ങനത്തെ 4 ഉണ്ട് കൊണ്ടുണ്ടാ? ആ 4 നിന്റെ ഈ പലക്കബര നാവുണ്ടല്ലേ, ആ നാവുകു പലക്കബരയുള്ളങ്ങനത്ത റൈറ്റ്സ് ഇല്ല, അധികാര ഇല്ല. നിന്റെ നാവുകു സീല് വയ്ക്കിടങ്ങനത്തെ ഒരു 4 പറകുണ്ട് മനുഷ്യ. അണ്ട് പൽക്കരാറ്, നിന്റെ കൈയിങ്ങ പൽക്കറിയൂ, നിന്റെ കാലുങ്ങ സാക്ഷി നിൽക്കൂ. നിന്റെ നാവുകു പലക്കരയുള്ളങ്ങനത്തെ റൈറ്റ്സ് അണ്ടത്തെ 4 ഇല്ല മനുഷ്യ. അതുകൊണ്ട് ആ 4 ബണ്ടാണ്ടി മുന്നോലു നിക്കുള്ളങ്ങനത്തെ ഈ ജീവിതത്തില്, നിന്റെ ഈ ദുനിയവിയായങ്ങനത്തെ ഈ ജീവിതത്തില് നീനൊന്ന് സ്വന്തമായിട്ട് ചിന്തനയാക്കണോ. നിന്റെ ജീവനത്തിൽ എന്തെല്ലാം തപ്പുങ്ങ വന്നൊരു, നിന്റെ ജീവനത്തിൽ എന്തെല്ലാം തപ്പുങ്ങ വന്നുപോയിട്, നിന്റെ ജീവനത്തിൽ എത്രയെല്ലാം നല്ല കാര്യങ്ങൾ ആക്കുക സാധിച്ചൊരു ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന നിക്ക് വന്നിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ചിന്തന നീന് ആക്കിയിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഭയങ്കര ബേജാറായിട്ടിക്കൊരു മനുഷ്യ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാവരും അല്ലാഹുക്ക് ബദ്ധമായി ജീവിക്കണോ, അല്ലാഹുക്ക് ബദ്ധമായിട്ട് ആരാധനയിൽ മഗ്നനായിട്ട് ജീവിക്കണോ. എന്തേ കാരണ? അല്ലാഹു നമുക്ക് തരാത്ത അനുഗ്രഹങ്ങളില്ല. എന്തെല്ലാം അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് തന്നത്. പ്രകൃതിയിലുള്ളങ്ങനത്തെ സുന്ദരമായ ദൃശ്യത്തെ നോക്കൂ, 2 കണ്ണുങ്ങ അല്ലാഹു നമുക്ക് തന്നുറാ. പ്രകൃതിയിലുള്ളങ്ങനത്തെ സുന്ദരമായ ശബ്ദം കേൾക്കൂ, അല്ലാഹു 2 കാതുങ്ങ തന്നില്ലേ. ഞങ്ങൾക്ക് മനസ്സിൽ ബണ്ടങ്ങനത്തെ എല്ലാ ബിയാരവും അതിനനുസരിച്ചിട്ടുള്ളങ്ങനത്തെ എല്ലാ പ്രവർത്തനവും ആക്കൂ, അല്ലാഹു 2 കൈയിങ്ങ തന്നില്ലേ. ഞങ്ങൾക്ക് ബേന്മായ ഉടക് ബേന്മായപ്പ ഞങ്ങൾക്ക് നടന്നുകൊണ്ട് പോകുള്ളങ്ങനത്തെ 2 കാലുങ്ങ അല്ലാഹു തന്നില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹു തന്നങ്ങനത്തെ നിഅമത്തുങ്ങ, അല്ലാഹു തന്നങ്ങനത്തെ അനുഗ്രഹങ്ങ, അല്ലാഹു തന്നങ്ങനത്തെ ഒരുപാട് ഗുണങ്ങ, അത് ഒരിക്കലും എണ്ണിട്ട് കണക്കാക്കുക സാധ്യയില്ലാണ്ട് പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു നമുക്ക് പരിപാടി തന്നില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അല്ലാഹു തന്നങ്ങനത്തെ പ്രതിയൊരു നിഅമത്തുങ്ങ അത് എത്ര ശരിയായെങ്കും എത്ര ബലിയായെങ്കും ഇതെല്ലാം സമ്പൂർണമായിട്ട് ഞങ്ങൾ ചെലവാക്കണായത് അല്ലാഹുടെ മാർഗത്തിൽ മാത്രമായിട്ടിക്കറ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെരുവിലൂടെ കടന്നുകൊണ്ട് പോകുമ്പോഴത്തേക്കു ഒരു വ്യക്തിയെ കാണും. അങ്ങനെയുള്ള വ്യക്തിക്ക് കണ്ണ് കാണില്ല, കാത് കേൾക്കില്ല, കുഷ്ഠരോഗം പിടിച്ചിട്ട് തളർവാദമുണ്ടു, എഞ്ചിട്ട് നിൽക്കുക സാധ്യയില്ല. എഞ്ചിട്ട് നിൽക്കുകങ്ങനത്തെ ഒരു കപ്പാസിറ്റി പോലും അല്ലാഹു കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ പരീക്ഷണ. കണ്ണില്ല, എന്താണ്, കുഷ്ഠരോഗമുണ്ട്, വെള്ളപ്പാണ്ടുണ്ട്, എല്ലാം സീക്കെല്ലാം ആ വ്യക്തിയിലുണ്ട്. ആ വ്യക്തിയുടെ മുട്ട ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുമ്പോഴത്തേക്കൂ ആ വ്യക്തി ചൊല്ലത് കേൾക്കിടും, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവോട് സ്തുതിച്ചോണ്ടുണ്ടോ ആ വ്യക്തി. എങ്ങനെയുള്ള വ്യക്തി? കണ്ണുക ശക്തിയുണ്ടാ, കാതുക ശക്തിയുണ്ടാ, ശരീരത്തിന് ആരോഗ്യമുണ്ടാ, ഒന്നുമില്ലാത്തങ്ങനത്തോ ആ വ്യക്തി ചൊല്ലത് സർവസ്തുതിയും അല്ലാഹുവു, അൽഹംദുലില്ലാ
അങ്ങനെ ചെന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കറ്, യോ വ്യക്തി, നീ എന്തിനായിട്ട് ഇത്രമാത്രം അല്ലാഹുവോട് സ്തുതിച്ചോണ്ടുള്ളേ? നിക്ക് ആരോഗ്യം അല്ലാഹു തന്നിട്ടില്ലല്ലേ? നിക്ക് വേണ്ട രൂപത്തിലുള്ള അങ്ങനത്തെ അനുഗ്രഹം അല്ലാഹു തന്നിട്ടില്ലല്ലേ? നിക്ക് എഞ്ചി നടക്കുള്ള അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉള്ള കാലങ്ങ അല്ലാഹു തന്നില്ലല്ലേ? പിന്നെ എന്തിക്ക് നീന് ഇത്തരത്തിലും അല്ലാഹുവോട് സ്തുതിച്ചോണ്ടുള്ളാണ്ട്? ആ വ്യക്തിയൊട്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുമ്പോഴത്തേക്കൂ ആ വ്യക്തി ചൊല്ല്, യാ റൂഹല്ലാഹ്, ഓ ഈസാ നബിയേ, അന ഖൈറും മിമ്മൻ ലം യജഅലില്ലാഹു ഫീ ഖൽബിഹി മാ ജഅല ഫീ ഖൽബി മിൻ മഅരിഫതി. നാണ് ഇത്രമാത്രം ആരോഗ്യം ഹത കെട്ടിത്തിന്നെങ്കും നക്ക് ഒരു നിലക്കുള്ള അനുഗ്രഹവും അല്ലാഹു തന്നിട്ടില്ലെങ്കും അല്ലാഹു നക്ക് ഒരു അനുഗ്രഹം തന്നറാ. ഒറ്റ ഒരു അനുഗ്രഹം നക്ക് ബേനുമായെങ്ങന്തോ നന്റെ ജീവനത്തിൽ അതി മുഖ്യമായിട്ടും ആവശ്യമായെങ്ങന്തോ ഒരു അനുഗ്രഹം അല്ലാഹു നക്ക് തന്നറാ. എന്തിനായിട്ടിക്കറ അനുഗ്രഹ? അള്ളാഹുടെ മനസ്സിലാക്കുകൊള്ളങ്ങന്തോ തൗഹീദിൽ വിശ്വസിക്കുകൊള്ളങ്ങന്തോ ഒരു മനസ്സ് നക്കല്ലാഹു തന്നറല്ലേ? ഇസ്ലാമായിട്ട് അള്ളാഹുടെ ഏകത്വത്തിൽ വിശ്വസിച്ചു കൊണ്ടുള്ളങ്ങനത്തെ പൂർണ്ണമായ മുഅ്മിനാവുകൊള്ളങ്ങനത്തെ ഒരു മനസ്സ് അള്ളാഹു നക്ക് തന്നറല്ലേ? അതുകൊണ്ട് നാണ് എപ്പോഴും അള്ളാഹുടെ സ്തുതിക്കാണ്ട് ആ വ്യക്തി ചൊല്ലൂ. നോക്കുറു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ജീവനത്തെ ഒന്ന് ടാലിയാക്കി നോക്കുറൂ. ഞങ്ങളെ ജീവനവും ആ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയങ്ങനത്തെ ആ മഹാന്മാരുടെ ജീവനവും ഒന്ന് ടാലിയാക്കി നോക്കുമ്പോഴത്തേക്കൂ എത്രമാത്രം വ്യത്യാസമില്ലേ? ഇണ്ട് ചെറിയൊരു തലകുത്തു വരുമ്പോഴത്തേക്കു യന്ത്രബാബ ഇത് എപ്പോഴും തലകുത്തേ, ചെറിയൊരു ബയർ നമ്പല വരുമ്പോഴത്തേക്കു യന്ത്രബാബണൊക്കെ എപ്പോഴും സീക്കേണ്ട് അള്ളാഹു തന്നങ്ങനത്തെ സീക്കിടും. അതിക്ക് ക്ഷമ കൊണ്ടിട്ടു സ്വബരെടുത്തിട്ട് നിക്കു ഇല്ലാത്തങ്ങനത്തെ സ്വബരെടുക്കു കഴിവില്ലാത്തങ്ങനത്തെ ഞങ്ങളുടെ ജീവനവും ഈ പറയപ്പെട്ട പൂർവികരായ ആൾമാരുടെ ജീവനവും ഒന്ന് നോക്കുമ്പോഴത്തേക്കു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ മനസ്സിൽ എത്രമാത്രം അള്ളാഹുമായുള്ള അങ്ങനത്തെ ഒരു കോണ്ടാക്ട് ഉണ്ടുണ്ട്, ബന്ധമുണ്ടുണ്ട് നമുക്ക് അർത്ഥാക്കുക സാധ്യാവുടൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിൽ അള്ളാഹുരൊട്ടുകൊള്ളങ്ങനത്തെ ഒരു കോണ്ടാക്ട്, മനസ്സിൽ അള്ളാഹുരൊട്ടുകൊള്ളങ്ങനത്തെ ഒരു സംബന്ധം വേണോണ്ട് കണ്ടെങ്കിൽ മഹാന്മാർ നമുക്ക് പടിപാടി തണ്ടങ്ങനത്തെ ഏകമാർഗായിട്ടിക്കറ്, ഒരേ ഒരു തെരുവായിട്ടിക്കറ്. അതുക്കുള്ളേ എന്തിനാവണോ? ഞങ്ങളുടെ ജീവനത്തിൽ വന്നു പോയങ്ങനത്തെ എല്ലാ തപ്പുങ്ങളും ഞങ്ങൾ എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊന്നോണ്ടിക്കണോ, എപ്പോഴും ഇസ്തിഗ്ഫാർ യാറാക്കിയോണ്ടിക്കണോ. കാരണ മനുഷ്യക്ക് തപ്പു സഹജ. മനുഷ്യായിട്ടിക്കുമ്പത്തേക്കു ജീവനത്തിൽ ഒരുപാട് തപ്പുങ്ങ സഹജമായിട്ട് വന്നോണ്ടിക്കര്. എന്നെങ്കാ ആ തപ്പുങ്ങ മനുഷ്യരെ സഹജ ഗുണാണ്ട് ചൊന്നിട്ടു ആ തപ്പുടെ കെയർലെസ് ആക്കിയിട്ട് നെവർ മൈൻഡ് ആക്കിയിട്ട് ആ തപ്പുങ്ങളെ ബുടാണ്ട് വന്ന തപ്പുകൊള്ളങ്ങനത്തെ പ്രായശ്ചിത്തമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖസിറത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോകും. എന്തേ കാരണം കൊണ്ടുണ്ടാ? ഹബീബുൽ വറാ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പരിപാട്ടങ്ങനത്തെ ഒരു ഹദീസിൽ കാണുക സാധ്യമാവുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാട്ടങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടോ. എന്തിനായിട്ടിക്കറ? ഹദീസിൽ അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടെ കൊണ്ടുണ്ടാ, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്സറ മിൻ 70 മറ. അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലങ്ങനത്തെ ഒരു പലകായിട്ടിക്കറ്.
വളരെ ഗൗരവത്തോടു കൂടി അർത്ഥാക്കൂടാ ഞങ്ങൾക്ക് ബിസിയായിട്ടിക്കറ്. ഇതാര് ചൊല്ലേ? ചില്ലറ ആളല്ല, ലോകത്തെ നേതാവായങ്ങന്തോ ഹബീബുൽ വറാ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനങ്കു പടിപാട്ടങ്ങന്തൊരു ബിസിയായിട്ടിക്കറ്. എന്തിനായിട്ടിക്കറ്? അല്ലാഹുടെ ഹബീബ് നങ്കു ചൊല്ലത് നാണ് എല്ലാ നാളിലും എല്ലുവര കാണ്ടി യാറബട്ട ഇസ്തിഗ്ഫാർ ചൊന്നോണ്ടുല്ലേ. എവരിഡേ എല്ലാ നാളും നാണ് എല്ലുവര കാണ്ടി യാറബട്ട ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട്. ആര് ചൊല്ലേ? ഞങ്ങളുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടങ്ങന്തൊരു ബിസിയായിട്ടിക്കറ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആന്റെ ആയത്തില്ലേ, ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഓ നബിയേ, നിങ്ങളെ ജീവനത്തിൽ എന്തെങ്കിലും തപ്പുങ്ങ അല്ലെങ്കിൽ അപ്പറയിപ്പറ ആയി പോയിട്ടില്ലെങ്കിൽ, അല്ല ഇനിയുള്ള ജീവനത്തിൽ എന്തെങ്കിലും ഒരു തപ്പുങ്ങ ബണ്ടുണ്ട് കണ്ടെങ്കിൽ, അങ്ങനെ തപ്പു സംഭവിക്കില്ല. തപ്പു ബണ്ടുണ്ട് കണ്ടെങ്കിൽ അള്ളാഹുവായനാണ് എല്ലാം പൊരുത്തപ്പെട്ട നബിയേ. നിങ്ങൾ ആ ഭാഗ്യം ഒന്നും ചിന്തിക്കണ്ട നബിയേ. അള്ളാഹു ഗ്യാരണ്ടി കൊടുത്തങ്ങനത്തെ ഒരു നേതാവായിട്ടിക്കറ്. ജീവനത്തിൽ തപ്പുങ്ങ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തപ്പുങ്ങ, ഇനി തപ്പുങ്ങ പറയുന്നെങ്കിൽ ആ തപ്പുങ്ങവും നിങ്ങൾക്കു നാണ് എല്ലാം മാഫാക്കിയ നബിയേ. അങ്ങനെ പൂർണ്ണമായിട്ടും മാഫ് കൊടുത്തങ്ങനത്തെ നേതാവ് അഷ്റഫുൽ വറാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചൊന്നുകൊണ്ട് വന്നത് ഞങ്ങളുടെ ജീവനത്തിൽ തപ്പുങ്ങ യാറായിട്ട് ബണ്ടെങ്കും ഇസ്തിഗ്ഫാർ ചൊല്ലുകൊള്ളങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് ഇല്ലാണ്ട് ചൊല്ലത് ഭയങ്കര ഖേദകരായിട്ട്. കാരണം ഒരു തപ്പുമാക്കാത്തങ്ങനത്തോ എല്ലാം കൊണ്ടും മുക്തി ഉള്ളങ്ങനത്തോ അള്ളാഹുടെ ഹബീബ് ചൊല്ല പലക്ക എല്ലാ നാളിലും എല്ലുവര കാട്ടി യാറബട്ട ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട് ആ അള്ളാഹുടെ ഹബീബ് ചൊല്ലുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഒന്ന് നെഞ്ഞിൽ കൈവച്ച് ചിന്തിക്കണു. എത്രമാത്രം ഇസ്തിഗ്ഫാർ ഒരു നാൾ അല്ലെങ്കിൽ ഒരു വാരത്തിൽ ഒരു തിങ്കളിൽ ഞങ്ങൾ ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന ഞങ്ങൾ ഇണ്ടിൽ പിന്നെ എടുക്കണം. ഞങ്ങളുടെ ജീവനത്തിൽ തപ്പുങ്ങ പണ്ട് കൈ കണക്കില്ല. എത്രമാ തപ്പുങ്ങ നോക്കുന്നതും കാണുന്നതും തിന്നുന്നതും എല്ലാം തപ്പുങ്ങായിട്ട് നടക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തപ്പങ്ങൾ കൊണ്ടിട്ടു ഹറാമുകൾ കൊണ്ടിട്ടു മുലുങ്ങിയങ്ങനത്തെ ഈ ഒരു ജീവനത്തിൽ ഇസ്തിഗ്ഫാറിന്റെ കണക്ക് എത്ര ഉണ്ടോ ഓരോരുത്തർ ചിന്തിക്കും. എൻ്റെ ജീവിതത്തിൽ എത്ര ഇസ്തിഗ്ഫാർ ഉണ്ടോ, ഞാൻ എത്ര ഇസ്തിഗ്ഫാർ ചൊന്നുരൻ എൻ്റെ ഈ ഒരു വാരം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു നാൾ ഈ ഒരു തിങ്കൾ ഞാൻ എത്ര ഇസ്തിഗ്ഫാർ ചൊന്നുരാണ്ട് ഓരോരുത്തർ ചിന്തിക്കണം. ഇങ്ങനത്തെ വിഷയമായിട്ട് അള്ളാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് റോൾ മോഡലായിട്ട് ആ ഹബീബ് നമുക്ക് പടിപാട്ടി ഇങ്ങനത്തെ എല്ലാ ആശയവും ഞങ്ങൾ പിൻപറ്റി ജീവിക്കണോ. അപ്പായിട്ടിക്കറ് ഞങ്ങളുടെ ജീവന യഥാർത്ഥമായ ഇങ്ങനത്തെ ഒരു ജീവനായിട്ട് പരിവർത്തനമാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ലോകത്തിൽ പഠിച്ചിരുമേ എന്തിലേക്ക് ആരാധനയാക്കും. ഇപ്പൊ ഒരുത്തര ആരാധന ഒരു ആരാധന അവനുണ്ട് കണ്ടെങ്കിൽ അതുകൊള്ള അങ്ങനത്തെ ഫസ്റ്റ് ഡിമാൻഡ് അവൻ മുഅ്മിനായിട്ടിക്കും. മുഅ്മിനായെങ്കിൽ മാത്രമായിട്ടിക്കറ് അവൻ്റെ ആരാധനകൾ അള്ളാഹു മുട്ട് സ്വീകാര്യതയുള്ള. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ ജീവനം ഒരു മുഅ്മിന്റെ ജീവനത്തിൽ നിങ്ങൾ ബദലാവനയാക്കും. എന്തിനായിട്ടിക്കൊരു മുഅ്മിന്റെ ജീവന മുഅ്മിന്റെ ജീവന ചെന്നെങ്കിൽ അതിൽ മെയിനായിട്ട് വേണ്ടത് ഇഖ്ലാസ് ആയിട്ട്. പുറത്തേക്ക് ഇഖ്ലാസ് ഉണ്ടാ, ഭയഭക്തി ഉണ്ടാ, അവനാക്കടങ്ങനത്തെ പ്രവർത്തനങ്ങ അത് ഈ സോഷ്യൽ മീഡിയത്തെ ഫോട്ടോകൾ അത് ആൾമാർ കാണുകല്ല, അത് റായത്തങ്ങൾ പ്രശംസിക്കുകയല്ല, അത് അള്ളാഹുര മുട്ട കിട്ടുകൊള്ളങ്ങനത്തെ വലിയതായിരിക്കുന്ന ഒരു കൂലികായിട്ട് അള്ളാഹുര മുട്ട കിട്ടുകൊള്ളങ്ങനത്തെ തൃപ്തികായിട്ടുള്ളങ്ങനത്തെ പ്രവർത്തനമായിട്ട് ഇല്ലെങ്കിൽ അതിക്കായിട്ട് ഇഖ്ലാസ് ഉണ്ട് ചൊല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാർ നമുക്ക് ചൊല്ലങ്ങനത്തെ ഒരു വിഷയത്തിൽ കാണുക സാധ്യമാവത് റജുലുൻ ആതാഹുല്ലാഹു മാല. അള്ളാഹു ഓർത്തക്ക് ഒരുപാട് സമ്പത്തുങ്ങൾ കൊടുത്ത, ജീവനത്തിൽ ഒരുപാട് സമ്പത്തുങ്ങൾ കൊടുത്ത, അങ്ങനെ സമ്പത്തുങ്ങൾ കൊടുത്തതിൽ പിന്നെ ആഖിറത്തിൽ എത്തിയതിൽ പിന്നെ അള്ളാഹു കേൾക്കാം ഫയഖൂലുല്ലാഹു തആല ലഖദ് അൻഅംതു അലൈക ഫമാദാ സ്വനഅത. ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എനിക്ക് ചൊമ്മ സമ്പത്ത് തന്നര്, ഒരുപാട് പൈസ തന്നര്, അതിന് എന്തിനേക്ക് പേനായിട്ട് ചെലവാക്കിയാണ്ട് കേൾക്കുമ്പോഴത്തേക്കു ആ വ്യക്തി ചൊല്ലാ ഫയഖൂലു യാ റബ്ബ്, ഓ അല്ലാഹ്, കുന്തു അതസദ്ദഖു ബിഹി ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. അല്ലാഹുവേ,
നീ തന്നങ്ങനത്തെ സമ്പത്തില്ലേ, നീ തന്നങ്ങനത്തെ പൈസയില്ലേ, നീ തന്നങ്ങനത്തെ സമ്പത്തുങ്ങ നാണ് ജാവും പോളും ദാനാക്കിയ പാവത്തങ്ക് കൊടുത്തേ, പാവത്തങ്ങളെ മങ്ങിൽത്ത് കൊടുത്തേ, യതീമ്മക്ക് കൊടുത്തേ, മിസ്കീനുമാർക്ക് കൊടുത്തേ. ആ വ്യക്തി ചൊല്ലാം, ആ വ്യക്തി ഈ ലോകത്തിൽ കുമ്മത്തു ആക്കി അങ്ങനത്തെ പ്രവർത്തനമായിട്ട് ചൊല്ലത്. ഞാൻ ഒരുപാട് പാവപ്പെട്ട ആൾമാരെ സഹായിച്ചതല്ല, ഒരുപാട് യതീം മക്കളെ സഹായിച്ചതല്ല, ഒരുപാട് സ്ഥാപനങ്ങളാണ് പൈസ കൊടുത്തതല്ല. അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട മുഅ്മിനേ ഇവിടെ ഞങ്ങൾ ശ്രദ്ധിക്കണ എങ്ങനത്തെ ബിസിയാ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് കദബ്താ വതഖൂലുൽ മലായികതു കദബ്താ. അപ്പ അല്ലാഹു ചൊല്ലത് നീന് കളവ് ചൊന്നോണ്ടില്ല, മലായികത്തും ചൊല്ലാറ് നീന് കളവ് ചൊന്നോണ്ടില്ല. എന്തേ കാരണ ഗൊന്തുണ്ടാ? അവನು ഈ ദുനിയാവിലു സമ്പത്ത് ചെലവാക്കാത്തത് കൊണ്ടല്ല, സ്ഥാപനകൾ സഹായിക്കാത്തത് കൊണ്ടല്ല, യതീം മക്കൾക്കു അവന് സഹായിക്കാത്തത് കൊണ്ടല്ല. പിന്നെ അല്ലാഹു ചൊല്ലങ്ങനത്തൊരു പലക ബൽ അറത്ത അയ്യുഖാല ഫുലാനുൻ ജവാദ്. നീനാക്കി എങ്ങനത്തെ എല്ലാ പ്രവർത്തനങ്ങ, നീന് ചെലവഴിച്ചങ്ങനത്തെ എല്ലാ ചെലവുങ്ങ, നീന് ചെലവഴിച്ചങ്ങനത്തെ സമ്പത്തുങ്ങ, അതെല്ലാം നീന് ചെലവാക്കിയത് നാണ് വലിയൊരു ധർമ്മിഷ്ഠ, നാണ് വലിയൊരു പൈസ കൊടുക്കുന്നവനു, നാണ് വലിയൊരു ധർമ്മിഷ്ഠനായിട്ടിക്കര, ആൾമാർക്ക് സഹായിക്കുന്നവനായിട്ടിക്കരാണ്ട് ആൾമാർ ചൊല്ലുകായിട്ട്, ആൾമാർ പ്രശംസകായിട്ട്, ആൾമാർ ബായുള്ളങ്ങനത്തോ പ്രശംസയുടെ പലക്കത്തുകായിട്ടിക്കറി നീന് കൊടുത്തത്. അതുകൊണ്ട് നീ കൊടുത്തങ്ങനത്തെ ഒരു സ്വതക്കയും ഒരു സമ്പത്തും നീ കൊടുത്തങ്ങനത്തെ ചെലവാക്കി അങ്ങനത്തെ ഒരു കാര്യവും നണ്ടമുട്ട നക്കത് വേണ്ടേ വേണ്ട. ഭയങ്കര ബേജാറ് വിഷയായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ ആക്കടങ്ങനത്തെ എല്ലാ പ്രവർത്തനവും അതുകൊണ്ട് ഉദ്ദേശിക്കണായത് അല്ലാഹുടെ തൃപ്തിയായിട്ട്. മാത്രമല്ല വേറൊരു വിഷയവും നമുക്ക് പരിപാടി തണ്ടാറ് മഹാന്മാർ, അതാ മഹാന്മാർ നമുക്ക് ചൊല്ലാറ് വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു വ്യക്തി അതാ അല്ലാഹുടെ മാർഗത്തിൽ ഷഹീദായ, അള്ളാഹുക്ക് ബേനായിട്ടുള്ള അങ്ങനത്തെ ഒരു യുദ്ധത്തിൽ ഒരു വ്യക്തി മരിച്ചു പോയാണ്ട് വിചാരിക്കുക. അങ്ങനെ ആ വ്യക്തി അതാ ആഖിറത്തേക്ക് എത്തുമ്പോഴത്തേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കറേ മാദാ സനഅത, നീ ഈ ദുനിയാവിൽ എന്ത് പ്രവർത്തിച്ചിരേ? നക്ക് ബേനായിട്ട് നിന്റെ റബ്ബായ അങ്ങനത്തൊനാണ്, നക്ക് ബേനായിട്ട് നീ എന്ത് ആക്കിരാണ്ട് ആ വ്യക്തി തൊട്ട് കേൾക്കുമ്പോഴത്തേക്കോ ആ വ്യക്തി ചൊല്ലങ്ങനത്തെ ഉത്തര യാ റബ്ബ്, ഓ റബ്ബേ ഉമിർതു ബിൽ ജിഹാദ്, നക്ക് യുദ്ധത്തിന് പോനായിട്ട് ബന്ത്. അങ്ങനെ നാണ് യുദ്ധത്തിന് പോയ, അങ്ങനെ ഫഖാതൽതു നാണ് യുദ്ധാക്കിയ, ഹത്താ ഖുതിൽതു നിക്ക് ബേനായിട്ടുള്ളങ്ങനത്തോ ദീനുൽ ഇസ്ലാമുക്ക് ബേനായിട്ടുള്ളങ്ങനത്തോ ആ യുദ്ധത്തില് നാണ് നിക്ക് ബേനായിട്ട് നന്റെ ജീവനത്തെ ത്യാഗാക്കിയ അല്ലാ. അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കൂ അല്ലാഹു ചൊല്ലങ്ങനത്തെ ഒരു ഉത്തരുണ്ടോ ഫയഖൂലുല്ലാഹ്, അല്ലാഹു ചൊല്ലു കദബ്താ, നീ ചൊന്നത് കളവായിടുകരേ. വതഖൂലുൽ മലായിക കദബ്താ, മലായികത്തും ചൊല്ലു നീ ചൊല്ലത് കളവായിടുകരേ. അല്ലാഹു ചൊല്ലത് ബൽ അറത്ത അയ്യുഖാല ഫുലാനുൻ ശുജാ, നീನು യുദ്ധാക്കുമ്പോഴത്തേക്കോ അള്ളാഹുടെ മാർഗത്തിൽ നീನು യുദ്ധാക്കുമ്പോഴത്തേക്കോ നിക്ക് അള്ളാഹുടെ തൃപ്തി വേണോണ്ട് നിന്റെ മനസ്സിലില്ലാന്ത്, നിക്ക് ഇഖ്ലാസ് ഇല്ലാന്ത്. അതുകൊണ്ട് നീനാക്കി അങ്ങനത്തെ യുദ്ധം ഉണ്ടല്ലേ അത് ദുനിയാവുക മാത്രം സീമിതമായിട്ടിക്കരേ, നണ്ടമുട്ട കബൂലിയത്ത് ഇല്ല. നമുക്ക്
ನಂಕು ಬೆಲಿಯ ಪಾಠಾಯಿಟ್ಟಿಕ್ಕರೆ ಈ ಜಂಡಿ ವಿಷಯಂಗ ನಂಗ ಆ ಕಡೆಂಗಂತ ಪ್ರತಿಯೊರು പ്രവർത്തനങ്ങാവട്ടെ അത് കൈകൊണ്ടാവട്ടെ പൈസ കൊണ്ടാവട്ടെ ഏത് രൂപത്തിലാണെങ്കിലും അല്ലാഹുര മുട്ട നിങ്ങക്കതൊരു കൂലി വേണ അല്ലാഹുര മുട്ട നിങ്ങക്കതൊരു പ്രതിഫലം വേണ അല്ലാഹുടെ തൃപ്തി നിങ്ങക്ക് വേണ ആ പ്രവർത്തന കൊമ്പത്തുകോ നമുക്ക് നല്ല ഇഖ്ലാസ് വേണോ അതല്ലേ മഹാന്മാർ നമുക്ക് പടിപാടിയത് അഖ്ലിസു വദാ അല്ലാ തുരീദ ബിതാഅതി ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കിലാ മനുഷ്യ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആക്കിടങ്ങനത്തെ പ്രതിയൊരു പ്രവർത്തനവും ആ പ്രവർത്തന ആക്കുമ്പത്തുകോ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കണായത് ഏകനായ ജഗനിയന്താവായോ നണ്ട പടച്ച് പരിപാലിക്കിടങ്ങത്തൊരു അള്ളാഹു ഉള്ളല്ലേ ഔണ്ട് മുട്ട നക്ക് എന്തെങ്കിലും ഒരു കൂലി കിട്ടിയെങ്കും മയ്യാവോ ആൽമാരുടെ പ്രശംസ നക്ക് വേണ്ട ആൽമാരുടെ സന്മാനം നക്ക് വേണ്ട ആൽമാരുടെ പുകയ്ത്തലങ്ങ നക്ക് വേണ്ട ആൽമാരുടെ സ്വീകാര്യ നക്ക് വേണ്ട നക്ക് വേനായത് നണ്ടൊറബ്ബായങ്ങന്തോ ഏകനായ ഇലാഹായ ജഗനിയന്താവായ അല്ലാഹു ഔണ്ട് പൂർണ്ണമായങ്ങಂತ പൊരുത്തം വേണോ ചൊല്ലത് ഔണ്ട് കൃപ വേണോ ചൊല്ലങ്ങಂತ ഒരു നീയത്ത് നിങ്ങളെ മനസ്സിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ മനുഷ്യ ഖസിറ ദുനിയാ വൽ ആഖിറ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ ജീവിതത്തില് നാ ചൊന്നങ്ങനത്തെ രണ്ട് കാര്യങ്ങ ഒന്നാമത്തെ ഇസ്തിഗ്ഫാർ യാറാക്കണോ പിന്നൊന്നു ഇഖ്ലാസ് നിർബന്ധമായിട്ടും വേണോ. ഇസ്തിഗ്ഫാർ യാറാക്കണോണ്ട് ചൊല്ലുകൊള്ളങ്ങനത്തെ കാരണ അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയ ഞാനിപ്പോ ഓൾറെഡി ചൊന്നു വെച്ചല്ലേ. എല്ലാം കൊണ്ടും അല്ലാഹുടെ മുട്ട തൃപ്തിക്ക് പാത്രരായ എങ്ങനത്തെ നേതാവായിട്ടിക്കരെ അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തേ കാരണ ഒരു ഷായിർ പാടില്ലേ ലൗകാനതി ദുനിയാ തദൂമു ലി അഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഹയ്യൻ വബാഖിയാ. ഈ ദുനിയാവിൽ ആരെങ്കിലും മരിക്കാണ്ട് ബാക്കിയാവിടെ ആരുണ്ട് കണ്ടെങ്കിൽ മരിക്കാണ്ട് ആരെങ്കിലും ഇക്രാറുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്തിൽ ഇന്നെങ്കിൽ ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകോ അങ്ങനത്തെ ഒരു വിഷയിക്കാന്ത് അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം കൊടുക്കാന്ത്. പക്ഷെ അള്ളാഹു ഈ ലോകത്തിൽ ആരെയും ബാക്കിയാക്കാത്തത് കൊണ്ടോ അള്ളാഹു ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവന്റെ മുട്ട ബിൽച്ചിറാ. അപ്പൊ അങ്ങനെയുള്ള നേതാവ് എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊന്നോണ്ട് ചൊല്ലത് ഞങ്ങൾക്കൊരു മാതരിയല്ലേ. ആഖിർ സമാനിൽ ജീവിച്ചോണ്ടുള്ളങ്ങന്തോ കേക്കിടതും കാണ്ടതും തിന്നതും നോക്കിടതും പോണ്ടതും പ്രവർത്തിക്കിടതും എല്ലാം ഹറാമായി പോയങ്ങനത്തെ ഇണ്ടത്തെ ഈ കാലത്തിൽ മനുഷ്യ ഇത്തരത്തിലുള്ള സ്വലാത്ത് മജ്ലിസുക ഇത്തരത്തിലുള്ള ഇസ്തിഗ്ഫാർ മജ്ലിസുക ഇത്തരത്തിലുള്ള ദുആ മജ്ലിസുക ഇത്തരത്തിലുള്ള ആത്മീയ സംഗമങ്ങ നമുക്ക് മുറുകെ പിടിക്കുക അനിവാര്യമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രക്കാര കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാണ് ചൊന്നുകൊണ്ട് വന്ന വിഷയ മുഅ്മിനായി ജീവിക്കണോ. മുഅ്മിനായി ജീവിക്കണോ എന്നെങ്കിൽ മാത്രമേ ജീവനത്തിൽ അർത്ഥമുള്ളേ. നാണ് ചൊല്ല പോണ വിഷയത്തിൽ ടൈം മയ്യാവിടാണ്ട് കൊണ്ടില്ല. ഏതായാലും ചൊന്നിട്ട് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ചൊല്ലത് മുഅ്മിനീങ്ങൾക്ക് ബേനായങ്ങന്തോ എട്ടോളം വിഷയങ്ങ അല്ലാഹു നമുക്ക് പടിപാടി തണ്ടാം. ഒരു മുഅ്മിൻ യഥാർത്ഥമായ മുഅ്മിനാവണമെങ്കിൽ ആ മുഅ്മിനിൽ ഇക്കുണായങ്ങനത്തെ ഒരുപാട് വിഷയങ്ങ അല്ലാഹു നമുക്ക് പടിപാടി തണ്ട. അല്ലാഹു നമുക്ക് ചൊന്തണ്ടങ്ങനത്തെ വിഷയ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ
അള്ളാഹുബേനായിട്ട് ജീവിക്കടങ്ങനത്തെ മുത്തു മുഅ്മിനീങ്ങൾ ഉള്ളാറില്ലേ അങ്ങനെ ജീവന എങ്ങനെയാണ്ട് കൊണ്ടുണ്ട യംശൂന അലൽ അർളി ഹൗനാ അങ്ങ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴത്തോ വളരെ തവാളോട് കൂടെയായിട്ട് ജീവിക്കണത് ലൈസൂ ജബാബിറതം മുതകബ്ബിരീൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തോ അങ്കു കിബിരില്ല അങ്കു പോക്കരിത്തരമില്ല ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തോ വളരെ മയമായിട്ട് വളരെ മീഡിയമായ ഒരു ജീവനായിട്ടിക്കറ് വല ഉസാതം മുഫ്സിദീൻ അങ്ങ് ഈ ദുനിയാവുൽ ഫസാദാക്കില്ല ദുനിയാവുൽ ഫിത്നയാക്കില്ല ദുനിയാവുൽ കച്ചറാക്കില്ല ദുനിയാവുൽ ഗലാട്ടാക്കില്ല നല്ല രൂപത്തിൽ മിതമായിട്ടുള്ള ജീവന ഉള്ളങ്ങനത്തെ ഒരു ജീവന അതായിട്ടിക്കൊരു മുഅ്മിന്റെ ജീവനാണ്ട് പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു നമുക്ക് പടിപാടിതണ്ട വലാകിൻ യംശൂന മുതവാദിഈൻ അങ്ങ് അതാ തവാദുവോടുകൂടെ വിനയത്തോടുകൂടെ എപ്പോഴും തവാദുവോടുകൂടെ ജീവിക്കണങ്ങായിട്ടിക്കുറാറ് അലൈഹിമുസ് സകീനത്തു വൽ വഖാർ എപ്പോഴും നല്ല ഗാംഭീര്യത്തില് നല്ല ശാന്തിയുതമായിട്ട് തവാദുവോടുകൂടെ ജീവിക്കണങ്ങനത്തെ ഒരു ജീവന ഉണ്ടല്ലേ അതായിട്ടിക്കൊരു മുഅ്മിനുക്ക് പേനായോ ജീവനാണ്ട് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ മുഅ്മിനീങ്ങളെ അല്ലാഹു പടിപാട്ടങ്ങനത്തെ പിന്നൊരു വിഷയം നിറകൊണ്ടുണ്ടാ രണ്ടാമതായിട്ട് അല്ലാഹു നമുക്ക് പടിപാട്ടത് وإذا خاطبهم الجاهلون قالوا سلاما അങ്ങനെ എന്തെങ്കിലും അനാവശ്യമായ ചർച്ച കേട്ടാറുണ്ട് കണ്ടെങ്കിൽ ആരെങ്കിലും ഫിത്നയാക്കുക വന്നാറുണ്ട് കണ്ടെങ്കിൽ അങ്ങോട്ടു ഫിത്നക്ക് ഗണിക്കാല് ഈ മുഅ്മിനീങ്ങളായ ആൾമാർ അല്ലാഹുബേനായിട്ട് ഇബാദത്ത് എടുക്കണമെന്തോ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്തോ നബിയുടെ ബിർസംബിക്കണമെന്തോ ദീനുൽ ഇസ്ലാമുടെ യഥാർത്ഥമായ രൂപത്തിൽ അതിനെ ചെറിയ പിൻപറ്റണമെന്തോ ഈ മുഅ്മിനീങ്ങൾ ഉള്ളാറില്ലേ അങ്ങനെ ഒരു കച്ചരവും കിട്ടാല് ആരെങ്കിലും തർക്കിക്കോ വന്നെങ്കിൽ അങ്ങോട്ടു യാരെന്തും ഉണ്ടകു പോകാല ഖാലൂ ഖൗലൻ യസ്ലമൂന ബിഹി അങ്ങോട്ടു സലാം ചെന്നിട്ട് പിരിയുവാറ് നിങ്ങളെ ഈ ചർച്ച ഗണങ്ങയില്ല നിങ്ങളെ ഈ ഫിത്ന ഗണങ്ങയില്ല ഞങ്ങൾ എന്ത് ഇന്നെങ്കും നല്ലത് ഇന്നെങ്കും മാത്രമായിട്ടിക്കറ ഞങ്ങൾ ഉള്ളേ ചൊല്ലങ്ങം തുറു മനസ്ഥിതി ഉള്ളങ്ങായിട്ടിക്കറാറ് യഥാർത്ഥമായ മുഅ്മിനീങ്ങാണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി നമുക്ക് പരിപാടി തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ദുനിയാവിലുള്ളങ്ങനത്തോ ആൾമാർ ഞങ്ങളെ കുറിച്ച് നല്ലത് ചൊല്ലണം. എന്തിനേക്കായിട്ടേക്ക് അള്ളാഹുര മുട്ട ഒരു വ്യക്തിക്ക് സ്വീകാര്യത ഉണ്ടായില്ലേണ്ട് കൊന്തോ അവിടെ ആൾമാരെല്ലാം അവന്റെ ഏത് രൂപത്തിൽ കാണ്ടാറ് ചൊല്ലതായിട്ടിക്ക ആൾമാർ അവന്റെ ചുറ്റുമുത്തുള്ളങ്ങനത്തോ അവന്റെ ഔത്തുള്ളങ്ങനത്തോ അവന്റെ റായത്തുള്ളങ്ങനത്തോ അവന്റെ ചുറ്റുമുത്തിൽ ജീവിക്കണങ്ങനത്തോ ആൾമാർ അവന്റെ ഏത് രൂപത്തിൽ കാണ്ടാറ് അവന്റെ കുറിച്ചിട്ട് എന്തൊരു ചൊല്ലതായിട്ടിക്കറ് അള്ളാഹുര മുട്ട സ്വീകാര്യത കൊള്ളങ്ങനത്തോ ഏക മാർഗം. അള്ളാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിന്റെടിക്കുമ്പോഴത്തേക്കു ഒരു മയ്യത്ത് കൊമ്പോണ്ട് ഒരു മയ്യത്ത് എന്താക്കിടാറ് പിടിച്ചോണ്ട് പോകണ്ടാറ് മയ്യത്ത് ചുമന്നുകൊണ്ട് പോകണ്ടാറ്. അപ്പൊ ആൾമാരെല്ലാം ചൊല്ലശാട്ടിക്കിടാറ് നല്ലൊരു വ്യക്തിയായിട്ട് ഇയാള് ജീവിക്കുമ്പോഴത്തേക്കു നല്ലൊരു വ്യക്തിയായിട്ട് നല്ലോണം ദീനുൽ ഇസ്ലാമുടെ പിരിസംബയിക്കിടങ്ങന്തോ അള്ളാഹു പടിപാട്ടിയങ്ങന്തോ എല്ലാ ദീനുടെ ഷിആർ ഹയാത്താക്കിടങ്ങന്തോ നല്ലൊരു വ്യക്തിയായിട്ട് ചൊല്ലുമ്പോഴത്തേക്കു അള്ളാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു വജബത്ത് 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 അയാൾക്ക് നിർബന്ധമായിട്ട് ചൊല്ലു. അതേ ടൈമിലു പിന്നൊരു ടൈമിലു വേറൊരു വ്യക്തിയോ മയ്യത്തി പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കു അവിടെയുള്ള ആൾമാർ ചൊല്ലാറ് ഇയാള് ഭയങ്കര മോശപ്പെട്ട വ്യക്തിയായിട്ട് ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തേക്കു എല്ലാവർക്കും മുപ്പത്തിനാക്കിയോണ്ടും ഒരുപാട് തിന്മങ്ങ ആക്കിക്കൊണ്ടിരുന്ന വ്യക്തിയായിട്ട് ആൾമാർ ചൊല്ലാറ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അപ്പം ചൊല്ലു വജബത്ത് 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 ഇയാൾക്ക് നിർബന്ധമായിത്ത് ഉണ്ട്. അതാ ആൾമാരെല്ലാരും ചൊല്ലാറ്. അപ്പോ സ്വഹാബത്ത് കേക്കിട് യാ റസൂലല്ലാഹ്
എന്തൊരു നബിയെ നിർബന്ധായോ നിങ്ങൾ രണ്ട് മയ്യത്ത് കുമ്പുമ്പത്തുകും നല്ല വ്യക്തിയുടെ മയ്യത്ത് കുമ്പുമ്പത്തുകും ബെടക്കായ മോശപ്പെട്ട തിന്മയാക്കടങ്ങനത്തെ വ്യക്തിയുടെ മയ്യത്ത് കുമ്പുമ്പത്തുകും നിങ്ങൾ നിർബന്ധായിട്ടുണ്ട് ചൊന്നാറില്ലേ എന്തൊരു നബിയെ നിർബന്ധായോണ്ട് സ്വഹാബത്ത് കേൾക്കുമ്പത്തുകൂ അല്ലാഹുടെ ഹബീബ് ശറഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ഫഅസ്നൗ അലൈഹി ഖൈറാ ഒന്നാമത്തെ വ്യക്തിയുടെ മയ്യത്ത് കുമ്പുമ്പത്തുകോ നിങ്ങൾ എല്ലാവരും ഖൈറായ വിഷയ ചൊന്നാറ് അയാളെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ നല്ല മധുങ്ങ ചൊന്നാറ് അയാളെ നന്മ ചൊന്നാറ് അയാളെ ഒളിത്തുങ്ങ ചൊന്നാറ് അങ്ങനെ ചൊല്ലുമ്പത്തുകോ അയാൾക്ക് വജബത്തിൽ ജന്ന അയാൾക്ക് നിങ്ങളെ പലക്കം കൊണ്ടിട്ടോ അയാൾക്ക് സ്വർഗം നിർബന്ധമായി പോയിട്ട് അതേ ടൈമിൽ രണ്ടാമത്തെ വ്യക്തി നിങ്ങൾ മയ്യത്ത് കുമ്പുമ്പത്തുകോ ഇന്നകും അസ്നൈതും അലാ ഹാദാ ശർറാ രണ്ടാമത്തെ വ്യക്തിയുടെ മയ്യത്ത് കുമ്പുമ്പത്തുകോ നിങ്ങൾ അതാ ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ ചൊന്നാറേ ഒരുപാട് വേണ്ടാത്ത വിഷയങ്ങൾ ചൊന്നാറ് അയാളെ ജീവനത്തിലുള്ള അങ്ങനത്തെ മോശപ്പെട്ട സ്വഭാവങ്ങ അയാളെ ജീവനത്തിലുള്ള അങ്ങനത്തെ കെടുക്കുക അയാളെ ജീവനത്തിലുള്ള അങ്ങനത്തെ വേണ്ടാത്തരങ്ങ അതെല്ലാം നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കോ വജബത്തിന്നാർ ആ വ്യക്തിക്ക് നരകം നിർബന്ധമായി പോയിട്ട് നഊദുബില്ല മനുഷ്യ ആരൊട്ടുകും പകവയ്ക്കണ്ട ആരൊട്ടുകും അർസവയ്ക്കണ്ട ആരൊട്ടുകും ചതി കാട്ടണ്ട ആരൊട്ടുകും കിബുർ കാട്ടി അഹങ്കരിച്ച് നടക്കണ്ട കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഖുർആൻ ചൊന്ന പലകായിട്ടിക്കറ് എല്ലാവർക്കും ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ മരിച്ചു പോകുന്നു മനുഷ്യ നണ്ട മരണ എപ്പാണ്ട് നക്കുകൊന്തില്ല നിങ്ങളെ മരണ എപ്പാണ്ട് നിങ്കുകൊന്തില്ല ഒരു സമയത്ത് ഈ ഒരു ടൈമില് ഞങ്ങൾ മരിച്ചു പോയാണ്ട് കണ്ടെങ്കിൽ നാണ് ജീവനത്തിൽ പകവെച്ചങ്ങനത്തെ ആൾമാർ നാണ് ജീവനത്തിൽ അസൂയ കാട്ടിയങ്ങനത്തെ ആൾമാർ നാണ് ജീവനത്തിൽ ഉപദ്രാക്കി അങ്ങനത്തെ ആൾമാർ നണ്ട മൗത്തിൽ പിന്നെ നാണ് മർച്ചയിൽ പിന്നെ നണ്ട കുറിച്ചിട്ട് എന്തെങ്കിലും തിന്മ ചെന്നെങ്കിൽ നണ്ട കുറിച്ചിട്ട് എന്തെങ്കിലും വേണ്ടാത്തരങ്ങ ചെന്നെങ്കിൽ നണ്ട കുറിച്ചിട്ട് എന്തെങ്കിലും മോശപ്പെട്ട വാക്കുകൾ ചെന്നെങ്കിൽ അല്ലാ അല്ലാ കാത്തു സലാമത്താക്കണേ അല്ലാ ദീർഘായുസുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കണു റഹ്മാനെ ജീവനത്തിൽ ആരൊട്ടും പകയില്ലാണ്ട് ആരൊട്ടും നഞ്ചിയില്ലാണ്ട് ആരൊട്ടും ഹസദില്ലാണ്ട് ആരൊട്ടും ഒരു നിലക്കുള്ളങ്ങനത്തെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ആക്കാണ്ട് ആറും ഉപദ്രാക്കാണ്ട് ആറും നമ്പലാക്കാണ്ട് നല്ല രൂപത്തിൽ ജീവിക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് താ ഞങ്ങൾ മറിച്ചുപോയതിൽ പിന്നെ ഞങ്ങളെ കൊണ്ട് നൊമ്പലായങ്ങ ഞങ്ങളെ പലക്കും കൊണ്ട് നൊമ്പലായങ്ങ ഞങ്ങളെ പ്രവർത്തനം കൊണ്ട് നൊമ്പലായങ്ങ അങ്ങമീറ്റ് ഒരു പലക ചൊന്നാരെങ്കിൽ ഖസിറ ദുനിയാവുൽ ആഖിറ ജീവിച്ചിട്ട് ഫലയില്ല നിസ്കരിച്ചിട്ട് ഫലയില്ല നോമ്പ് നോക്കിയിട്ട് ഫലയില്ല ധർമ്മം കൊടുത്തിട്ട് ഫലയില്ല ആ ഒരു പലക്കം കൊണ്ടിട്ടു ഞങ്ങളെ ആഖിറം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതുകൊണ്ട് മനുഷ്യ നൈമിഷികമായ ഈ ദുനിയാവിലോ ആരട്ടുകും അറുസ വേണ്ട ആരട്ടുകും പക വേണ്ട ആരട്ടുകും ചതി വേണ്ട ആരട്ടുകും നഞ്ചി വേണ്ട ആരട്ടുകും ഹസദ് വേണ്ട എല്ലാരട്ടുകും പിരിസത്തില് നല്ല രൂപത്തിലുള്ള അങ്ങനത്തെ പെരുമാറ്റം കൊണ്ടിട്ടു എല്ലാവരുടെ മനസ്സിലിടങ്ങ നല്ലതായിട്ടിക്കണോ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്ന ഈ മുഅ്മിനീങ്ങളെ വിഷയം ഖുർആനിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം ചൊന്നു തീർക്കുക ഉണ്ട് എന്നൊക്കെ കാണില്ലേ. പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു പിന്നൊന്നു ചൊല്ലത് والذين يبيتون لربهم سجدا وقياما
മുഅ്മിനീങ്ങളുള്ളങ്ങനത്തെ പിന്നെ ഒരു ക്വാളിറ്റി, പിന്നെ ഒരു ഗുണ, പിന്നെ ഒരു സ്വഭാവം എന്തൊരു ഗുണ്ടുണ്ട അങ്ങ ജാവിടി അള്ളാഹുക്ക് പേരായിട്ട് നിസ്കരിക്കടാറ്. ജാവുള്ളങ്ങനത്തെ നിസ്കാര ആൽമാറ് കാണുള്ളങ്ങനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കാര അല്ല. ജാവുക ആറുമാറും കാണാണ്ട് ഞങ്ങളെ പ്രൈവേറ്റ് ആയങ്ങനത്തെ റൂമിലു ആരും കാണുകില്ല, ആരും നോക്കുകയില്ല, ആരും കേൾക്കുകയില്ല. നാണും നണ്ട പടച്ചവുടായങ്ങനത്തെ അള്ളാഹുമായുള്ളങ്ങനത്തെ നേരെ സംബന്ധമുള്ളങ്ങനത്തെ സംഭാഷണ ആവുടങ്ങനത്തെ നിസ്കാരങ്ങ. ആ നിസ്കാരങ്ങ ജാവുക നിസ്കരിക്കരങ്ങനത്തെ ആൽമാരില്ലേ അങ്ങായിട്ടിക്കറാറ് മുഅ്മിനീങ്ങാണ്ട് പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് വേറൊരു ഹദീസിൽ പടിപാടിതുണ്ട്. സ്വർഗത്തുക്ക് പോണായങ്ങന്തോ ഒരു 4-5 കാര്യങ്ങൾ അള്ളാഹുടെ ഹബീബ് നമുക്ക് പടിപാടിതുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമായിട്ട് സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. ജാവു നിസ്കരിക്കരങ്ങനത്തെ നിസ്കാരങ്ങളില്ലേ എത്തരത്തില് ആൽമാരെല്ലാരും ഉറങ്ങിയോണ്ടിക്കുമ്പത്തുകോ, ആൽമാരെല്ലാരും ഉറക്കിടെ മമ്പർലിക്കുമ്പത്തുകോ അള്ളാഹു കാണുവേനായിട്ട്, അള്ളാഹുടെ വജഹുകവേനായിട്ട്, അള്ളാഹുടെ തൃപ്തികവേനായിട്ട് നിസ്കരിക്കുന്ന നിസ്കാര ഇല്ലേ അള്ളാഹുമായി ഞങ്ങൾ സ്ഥാപിക്കണങ്ങനത്തെ വലിയൊരു കലക്ഷനായിട്ട് അത്. ആ നിസ്കാരങ്ങ നിങ്ങൾ സ്വർഗത്ത് പോകുള്ളങ്ങനത്തെ മൂല കാരണായിട്ട് കിറേണ്ട ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടിപാടി തന്നില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ യഥാർത്ഥമായ മുഅ്മിനാവനോണ്ട് കണ്ടെങ്കിൽ, ഞങ്ങൾ യഥാർത്ഥമായ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള മുഅ്മിനാവനോണ്ട് കണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചര്യങ്ങ ജാവുകുള്ള നിസ്കാരങ്ങ ഞങ്ങൾ നിരന്തരമായിട്ടും നിസ്കരിച്ചുകൊണ്ടിരിക്കണോ. റബ്ബ് തൗഫീഖ് നൽകട്ടെ. വേറൊരു വിഷയം അല്ലാഹു നമുക്ക് പടിപാടിതണ്ടത് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. മുഅ്മിനീങ്ങ കൂള്ളങ്ങനത്തെ പിന്നൊരു ക്വാളിറ്റി, പിന്നൊരു സ്വഭാവം എന്തൊരു ഗുണ്ടുണ്ടാ അങ്ങനെ എപ്പോഴും തുവാർന്നോണ്ടിക്കിടാറ്. എന്തൊരു തുവാ, നക്ക് പൈസ വേണുണ്ടല്ല, നക്ക് അക വേണുണ്ടല്ല, നക്ക് ബംഗ്ല വേണുണ്ടല്ല, നക്ക് കാറ് വേണുണ്ടല്ല, നക്ക് ദുനിയാവിലുള്ളങ്ങനത്തെ സമ്പത്തുങ്ങ വേണുണ്ടല്ല. പിന്നെ ആ മുഅ്മിനീങ്ങളെ ദുആ എന്തൊരു ഗുണ്ടുണ്ടാ അങ്ങളെ ദുആ എന്തൊരു ചെന്നെങ്കിൽ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. അല്ലാഹുവേ ജഹന്നമാകുന്ന നരകമുണ്ടല്ലേ, ആ നരകത്തെ ശിക്ഷ തൊട്ടിട്ടു നണ്ട നീന് കാക്കണോ അല്ലാ. ജഹന്നമാകുന്ന നരകമുണ്ടല്ലേ അല്ലാ, തപ്പാക്കിയങ്ങൂ ഈ ജീവനത്തിൽ ജീവിക്കുമ്പത്തുകൂ അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടിയങ്ങന്തോ ആ ഹബീബുടെ ജീവനം പിൻപറ്റി ജീവിച്ചങ്ങന്തോ സ്വഹാബത്ത്, താബീങ്ങ, തബഉ താബീങ്ങ, അമ്പിയാക്കന്മാർ, മുർസലീങ്ങള്, പൂർവികരായ ഉലമാ ശിരോമണിങ്ങ അങ്ങ് ജീവിച്ചങ്ങന്തോ ജീവന ആ ജീവന ജീവിക്കാത്തങ്കോ, അത്തരത്തിലുള്ള പാത പിൻപറ്റാത്തങ്കോ നീ കൊടുക്കരങ്ങനത്തെ നരകമുണ്ടല്ലേ, ആ നരക നമുക്ക് വിധിക്കണ്ട അല്ലാ, ആ നരക നമുക്ക് വേണ്ട അല്ലാ. അങ്ങനെയുള്ള ദുആ യാരായിട്ട് ദുആർന്നോണ്ടിക്കറാറ് അതായിട്ട് മുഅ്മിനീങ്ങ. അതല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ വേറൊരു മോത്തിലു അല്ലാഹു ചൊല്ലത് ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി. ആഖിറത്തില് അതാ വലങ്കയ്യില് ബൽത്ത കയ്യിൽ ആർക്കും കിതാബ് കിട്ടിയോണ്ട് കണ്ടെങ്കിൽ ഫയഖൂലു ഹാഉ മുഖ്റഉ കിതാബിയ അൽ ബദറു അലൈനാ മിൻ തനിയാത്തിൽ വദാ
وجب شكر علينا ما دعا لله إذا طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله അൽഹംദുലില്ലാഹ്. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നിരീക്ഷയോടെ കാത്തുകൊണ്ടുള്ള അങ്ങനത്തെ ബഹുമാനപ്പെട്ട മൽജത്തങ്ങൾ നിങ്ങളെ വേദിക്കಗೆ എത്തിരി ഇൻഷാ അല്ലാഹ്. ഇനി ആരെന്തും ചൊല്ലതിനൊക്കെ സരി കാണില്ല, ചൊന്നോ ഉള്ള വിഷയമൊന്ന് തീർത്തിട്ട് നാണ്ടിപ്പാട്ടരെ അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ദീർഘ ആയുസ്സുള്ള ആഫിയത്ത് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചൊന്നുകൊണ്ട് വന്ന വിഷയ മരിക്കറാണ്ടി ಮೊದಲು അങ്ങ് ആക്കണ ഇങ്ങനത്തെ എല്ലാ നല്ല കാര്യവും ആക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ചൊല്ലത്, ഒരു മനുഷ്യಗೂ അവന്റെ മരണ ടൈം എത്തിയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവനക്ക് ഒരു നിലക്കും അതിൽ പിന്തിപ്പിക്കുക സാധ്യയില്ല. ഒരു മനുഷ്യർ ജീവനത്തെ അവസാന സമയം എത്തിയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവനക്ക് പിന്തിപ്പിക്കുക സാധ്യയില്ല. ആ ടൈമിൽ മനുഷ്യ ചൊല്ലങ്ങനത്തൊരു പലക്കൊണ്ടു ലൗലാ ഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാ ഒരു തെല്ല് നേരത്തിന് നിന്നെ നീ പിന്തിപ്പിക്കാമാം. നക്ക് ജീവിച്ചിട്ട് ആശ തീർന്നിട്ടില്ല, ജീവിച്ചിട്ട് നക്ക് പൂരി തീർന്നിട്ടില്ല, ഒരു തെല്ല് നേരത്തിന് നിന്നെ പിന്തിപ്പിക്കാമാ. അപ്പൊ അല്ലാഹു ചൊല്ലത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരു വ്യക്തിക്ക് നിശ്ചയിച്ചങ്ങനത്തെ ഒരു ടൈം ബന്ധുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്തിപ്പിക്കുകയില്ല, പിന്നെ അവിടെ ഒരു നിലക്കുള്ളങ്ങനത്തെ പിന്തിപ്പിക്കലുമില്ല. അവന്റെ ജീവനത്തിൽ അവനക്ക് നിശ്ചയിച്ചങ്ങനത്തെ ടൈം എത്തിത്തുകൊണ്ട് കണ്ടെങ്കിൽ അവനക്ക് അതോടെ കൂടെ ലാസ്റ്റ് ആയിട്ട് കയറി പിന്നെ അവനക്ക് ഒരു സെക്കൻഡ് പോലും കൊടുക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ആ ജീവനത്തോ അവസാന ഹന്തമുണ്ടല്ലേ, കൊനേ നിമിഷമുണ്ടല്ലേ, അത് ഭയങ്കരമായ അങ്ങനത്തൊരു നിമിഷമായിട്ടിക്കറേ. ആ ടൈമൊരു ഞങ്ങൾ രക്ഷപ്പെടണോണ്ട് കണ്ടെങ്കിൽ അല്ലാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവല് അവിടുത്തെ സഹായ നമുക്ക് നിർബന്ധമായിട്ടും വേണോ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. മനുഷ്യ ജീവനത്തിലുള്ള അങ്ങനത്തെ ഏത് കഷ്ട ഇന്നെങ്കോം, ഏത് നഷ്ട ഇന്നെങ്കോം, ഏത് ബേജാറിന്നെങ്കോം, ഏത് ദുഃഖ ഇന്നെങ്കോം, ജീവനത്തിലുള്ള അങ്ങനത്തോ എല്ലാ കഷ്ടവും നഷ്ടവും ബേജാറും ദുഃഖവും ദുമ്മാനും ആഫത്തും മുസീബത്തും ബലാവും ഷർറും ഇടങ്ങേറും എത്ര വലിയ പ്രയാസം ഇന്നെങ്കോം അവനക്ക് ശഫാഅത്ത് കൊടുക്കുള്ളത്, അവന്റെ രക്ഷപ്പെടുത്തുള്ളത് അധികാരമുള്ള അങ്ങനത്തെ ഒരു നേതാവ്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു. ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്രമായിട്ടിക്കൊരു ആഖിറത്തിലും നമുക്ക് ശഫാഅത്ത് തുറകു അധികാരമുള്ളത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്രമായിട്ടിക്കൊരു. അതല്ലേ ഖുർആനിൽ അല്ലാഹു ചൊല്ലത് ഫൈദാ ജാഅതിസ് സാഖ. ആ ആഖിറത്ത് നാൾ വന്നെങ്കിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീ. ഒരു വ്യക്തിക്ക് അവന്റെ സഹോദര വേണ്ട, അവന്റെ സഹോദര വേണ്ട, ഉമ്മിഹി വ അബീ. അവൻക്ക് അവന്റെ ഉമ്മ വേണ്ട, ബാപ്പ വേണ്ട, വസാഹിബതിഹി വ ബനീ. അവൻക്ക് അവന്റെ ചങ്ങായിമാർ വേണ്ട, അവന്റെ മക്ക വേണ്ട. എന്തേ കാരണ കൊണ്ടുണ്ട ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅനുൻ യുഗ്നീ.
എല്ലാ മനുഷ്യന്മാർക്കും ഓരോ തലകുത്തുങ്ങ, ഓരോ തലവെച്ചങ്ങ, ഓരോ ടെൻഷനുങ്ങ. നാണ് ഈ ദുനിയാവ് ജീവിക്കുമ്പത്തുക നാണ് ജീവിച്ചു ജീവന അത് അള്ളാഹുര മുട്ട സ്വീകരിക്കപ്പെട്ട, അള്ളാഹുര മുട്ട തള്ളപ്പെട്ട, നാണ് സ്വർഗത്തുക്ക് പോവേ നാണ് നരകത്തുക്ക് പോവേ ചൊല്ലങ്ങനത്ത ഒരു ടെൻഷനുങ്ങ. ആ ടെൻഷന് കൊണ്ടിട്ടു അവൻക കൊണ്ട് ഉമ്മ വേണ്ട, ബാപ്പ വേണ്ട, സഹോദര വേണ്ട, സഹോദരി വേണ്ട, ചങ്ങായി വേണ്ട, മക്ക വേണ്ട, ആരും വേണ്ട തങ്ങന്തോ ആ ആഖിറത്ത് ആ ഒരു ഭയാനകമായങ്ങനത്തെ ആ ഒരു ദുനിയാവില് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചൊല്ലത് വുജൂഹു യൗമൈദിൻ മുസ്ഫിറാ ളാഹിഖത്തും മുസ്തബ്ശിറാ. ആ ടൈമിൽ നമുക്ക് ഏക രക്ഷയുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടുന്ന് കാണിച്ചെങ്ങന്തോ നമുക്ക് കാട്ടിയെങ്ങന്തോ യഥാർത്ഥമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുറ നേരായ സൽപാന്താവ് പിന്തുടർന്ന് ജീവിക്കുക ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ ആഖിറും പരാജയപ്പെട്ടു പോകും. നിങ്ങളെ ഇന്നത്തെ ഈ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്നെന്തോ ബഹുമാനപ്പെട്ട ഉജ്രതങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ വലിയൊരു നിധിയായിട്ട് വലിയൊരു സ്വത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് ഏറ്റുകൊടുക്കുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വത്തിലായിട്ട് ഒരുപാട് കാലം നമുക്ക് അനുഭവിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള സ്വലാത്ത് മജ്ലിസുക ഇത് മാത്രമായിട്ട് നമുക്ക് പരിഹാരം. ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാഹ്. ഖിയാമത്ത് നാളിൽ എല്ലാ ആൾമാരും ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് നക്ക് ഏറ്റവും കോണ്ടാക്ട് ഉള്ളു നക്ക് ഗുർത്തക്കിട്ടുള്ള ആൾമാരിട്ട് അള്ളാഹുടെ ഹബീബ് പടിപാട്ടിയത് സ്വലാത്ത് ചൊല്ലുക മാത്രമായിട്ട് നക്കണ്ട് ഗുർത്തക്കിട്ടേ. സ്വലാത്ത് ജീവൻ താക്കിടെ, സ്വലാത്ത് ജീവനാടി ആക്കിടെ അങ്ങനത്തെ ആൾമാരായിട്ട് നക്ക് ആഖിറത്തിൽ ഗുർത്ത പിടിക്കുക സാധ്യമുള്ളേണ്ട് അള്ളാഹുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാടി തന്നെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുക്കുള്ളങ്ങനത്തെ ഏക അവസരമായിട്ട് മൽജ പോലത്തെ സ്വലാത്ത് നിർബന്ധമായിട്ടും നിരന്തരമായിട്ടും ജീവനത്വ അവസാന ഹന്തത്തോളം ഇത്തരത്തിലുള്ള സ്വലാത്ത് മജ്ലിസുക ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോകും ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന ഞങ്ങളുടെ മനസ്സിൽ വേണു. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ ചൊന്നതും കേട്ടതും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങൾ ചൊന്നങ്ങനത്തെ എല്ലാ അമലുക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഇൽമുക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ജീവനത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് ബാക്കി ചൊന്നു കൊടുക്കുകയുള്ളങ്ങനത്തെ തൗഫീഖ് അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിലുള്ളങ്ങനത്തെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ ജീവനത്തിലുള്ളങ്ങനത്തെ എല്ലാ കഷ്ടവും നഷ്ടവും ബേജാറും ദുഃഖവും ദുമ്മാനും ആഫത്ത് മുസീബത്ത് ബലാ ശർറ് ഇടങ്ങിയിറങ്ങ എല്ലാം അല്ലാഹു തട്ടി ദൂരത്താക്കുമാറാവട്ടെ. നല്ല ഖൈറായ ആഫിയത്തുള്ള ഇഫ്ഫത്തുള്ള ബറക്കത്തുള്ള ഇസ്സത്തുള്ള റാഹത്തുള്ള ജീവന അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.